നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എഴുത്താണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളേവരും കാത്തിരുന്നത് പോലെ HSA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. എന്തുകൊണ്ട് വൈകുന്നു? ഇനി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? ഇനി ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇപ്പം നിലവിൽ HSA നാച്ചുറൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് ഇവയൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ PSC അതിന്റെ എക്സാം കലണ്ടറും പറഞ്ഞു വന്നിട്ടുണ്ട്. ടെന്റേറ്റീവ് എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നമുക്ക് എക്സാം കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കുന്നത് HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. HSA സോഷ്യൽ സയൻസിന്റെ നിലവിലെ ലിസ്റ്റ് പല ജില്ലകളിലും പബ്ലിഷ് ആകുന്നതുമായി ബന്ധപ്പെട്ട് വൈകിയതാണ് അതിന് നോട്ടിഫിക്കേഷൻ വൈകാനുണ്ടായ ഒരു കാരണമായിട്ട് കാണുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഒരുപാട് കാലതാമസം ഉണ്ടാകത്തില്ല. എത്രയും പെട്ടെന്ന് ഏകദേശം 3 മാസത്തിനകത്തൊക്കെ തന്നെ നമുക്ക് HSC സോഷ്യൽ സയൻസിന്റെ ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം നിങ്ങൾ എവരും ചോദിക്കുന്നതും ഇനി നമുക്ക് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, ഓരോ ജില്ലയിലും നിലവിലെ നിയമന നില എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഏവരും ചോദിക്കുന്നത്. ഇതിൽ ആദ്യം കാസർഗോഡ് ജില്ലയുടെ നിയമന നിലയെ കുറിച്ചാണ് പറയുന്നത്. കാസർഗോഡ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ടോട്ടൽ അഡ്വൈസ് കാസർഗോഡ് ജില്ലയിൽ പോയിരിക്കുന്നത് 29 പോയിരിക്കുന്നത്. അപ്പോ അതില് EWS ഓപ്പൺ കമ്മ്യൂണിറ്റി 17 തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതാണ് കാസർഗോഡ് 29 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. പിന്നെ അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ ലിസ്റ്റ് വന്നത് 2023 11 മാസമാണ് വന്നിട്ടുള്ളത്. അവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 8 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 4 അഡ്വൈസും ആണ് പോയിരിക്കുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ ടോട്ടൽ 25+2 അങ്ങനെ 27 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 2024 11 മാസത്തെ കണക്ക് പ്രകാരമാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽ എത്ര വരെയൊക്കെ പോയിട്ടുണ്ട്, അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 57 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് മലപ്പുറം ജില്ല. ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പൊ മലപ്പുറം ജില്ലയിൽ നമുക്ക് 57 അഡ്വൈസ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാലക്കാടിലേക്ക് പോവുകയാണ്. പാലക്കാട് 42 അഡ്വൈസ് ആണ് പാലക്കാട് ജില്ലയിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ 18 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 18 അഡ്വൈസ് ആണ്. അടുത്തത് ഇടുക്കിയില് 4 അഡ്വൈസ് ആണ് ഇടുക്കി ജില്ലയിൽ പോയിരിക്കുന്നത്. നെക്സ്റ്റ് എറണാകുളം ജില്ലയാണ്. എറണാകുളത്തെ സംബന്ധിച്ചുള്ള 15 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് പോയത് 9 മാസത്തിന്റെ കണക്ക് പ്രകാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 അഡ്വൈസ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത് കോട്ടയമാണ്. കോട്ടയത്തിനെ സംബന്ധിച്ചുള്ള 6 മാസമാണ് അവസാന കണക്ക് പ്രകാരം പറയുന്നത്. 11 അഡ്വൈസ് ആണ് കോട്ടയം ജില്ലയിൽ HSA പോയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ട ജില്ല 6 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ അഡ്വൈസ് എന്ന് പറയുന്നത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 22 ആണ് ആലപ്പുഴ ജില്ലയിൽ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 11 മാസം നവംബർ 2024 നവംബർ പ്രകാരം 23 അഡ്വൈസ് ആണ് കൊല്ലം ജില്ലയിൽ പോയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയില് 20 അഡ്വൈസ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത്. 7 മാസത്തെ കണക്ക് പ്രകാരമാണ് 2024 7 മാസത്തെ കണക്ക് പ്രകാരം 20 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. പിന്നെ കണ്ണൂർ ജില്ല കൂടി പറയാനുണ്ട്. കണ്ണൂർ ജില്ലയിലെ 2024 ഡിസംബറിന്റെ കണക്ക് പ്രകാരം ഡിസംബർ 4 തീയതി പ്രകാരം 28 അഡ്വൈസ് ആണ് കണ്ണൂർ ജില്ലയിൽ പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അഡ്വൈസ് കാണുമ്പോൾ തന്നെ വളരെ ശോകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് അറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറവാണ്. അത് ശരി തന്നെയാണ്. ഇപ്പൊ അഡ്വൈസിന്റെ അഡ്വൈസ് കുറഞ്ഞ ഒരു രീതി കാണുമ്പോൾ ഇനി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ട് ഉണ്ടാകും. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി വെച്ച്
നമുക്ക് ഒരു ജോലി എന്നുള്ള സ്വപ്നമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് HSA എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ആദ്യത്തെ 10 റാങ്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 10 റാങ്കിൽ എന്ത് ചെയ്യുക? എത്തുവാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനുള്ള നല്ല സമയമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. സമയം ഒട്ടും പാഴാക്കാതെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. പിന്നെ അതുപോലെ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ്. പഴയ ക്വാളിഫിക്കേഷൻ വച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഒരു വലിയൊരു സുവർണ എന്താണ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഒരു ക്വാളിഫിക്കേഷൻ മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ HSC സോഷ്യൽ സയൻസിൽ നമുക്ക് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്നത് ഉഷാറാക്കി കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുറെ ഡൗട്ട് ചോദിക്കുന്നത്, ഏതൊക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറെ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഏതൊക്കെ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഴയ മൊഡ്യൂൾ വെച്ചുകൊണ്ട് തന്നെ പഴയ സിലബസിലെ പഴയ മൊഡ്യൂൾ വെച്ചുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെ ടോപ്പിക് എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ HSC സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. താങ്ക്